എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഓവുലേഷൻ ഡേറ്റ് മനസ്സിലാക്കുന്നത്? മെൻസസ് കഴിഞ്ഞിട്ട് ഒരു മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോന്നാണ്. ഓവുലേഷന്റെ സമയത്തുണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ ഒരു പ്രശ്നമാണോ? എന്താണ് ഈ POD? ഓവുലേഷൻ കിറ്റ് ഉണ്ടോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വിഷ്ണു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേരത്തെ ഇട്ട ഓവുലേഷന്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുറച്ച് കോമൺ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ആദ്യം തന്നെ ഒരു സോറി പറയാണ്. ആ വീഡിയോയ്ക്ക് കുറച്ച് മ്യൂസിക് ഭയങ്കര കൂടുതലായിരുന്നു എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, അത് എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്കാണ്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മ്യൂസിക് കാരണം കുറച്ച് പേർക്കൊക്കെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയെന്ന് പറഞ്ഞിരുന്നു. സോ അത് കാരണം ആരെങ്കിലും കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മ്യൂസിക് ഇല്ലാണ്ട് ആ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഒന്നുകൂടെ സോറി പറയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഡൗട്ടിലേക്ക് പോവാം. ഫസ്റ്റ് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഓവുലേഷൻ ഡേറ്റ് മനസ്സിലാക്കുന്നത്? അത് ഈ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ട് ഫ്ലോയൊക്കെ നിന്ന ദിവസം, ആ ഒരു ദിവസമാണോ നമ്മൾ ഒന്നൊന്ന് കണക്ക് കൂട്ടുന്നത്? അത് തുടങ്ങിയിട്ടാണോ നമ്മൾ ആ ഒരു ഓവുലേഷൻ്റെ ഡേയിലേക്ക് പോകുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഈ ഫ്ലോ നിന്ന് കഴിഞ്ഞിട്ടുള്ളതല്ല കണക്ക് കൂട്ടുന്നത്. എന്നാണോ നിങ്ങൾക്ക് മെൻസസ് ആയത് അതിൻ്റെ ഒന്നാമത്തെ ദിവസം, ഇപ്പോൾ 16-ാം തീയതിയാണ് മെൻസസ് ആയതെങ്കിൽ ആ 16 എന്ന് പറയുന്ന ഡേറ്റ് ആണ് ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അത് മുതൽ കണക്ക് കൂട്ടി ഒരു 11-ാമത്തെ ദിവസം മുതൽ 17-ാമത്തെ ദിവസം, അപ്പോൾ 28 ദിവസമാണ് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു വരുന്നത്, ആ ഒരു ഡ്യൂറേഷൻ അങ്ങനെയാണ് വരുന്നതെങ്കിൽ, ആ ഒരു സൈക്കിൾ 28 ദിവസത്തെ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു 11 ദിവസം മുതൽ 17-ാമത്തെ ദിവസത്തിനുള്ളിൽ, നമ്മൾ സാധാരണ പറയുന്ന ഒരു 14-ാമത്തെ ദിവസം എന്നാണ് പറയുന്നത്. എന്നാലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇത്രയും ദിവസം ഇങ്ങനെ പറയുന്നത്. ഒരു 11 മുതൽ ഒരു 17-18 ദിവസത്തിനുള്ളിലായിരിക്കും ഇങ്ങനെ ഓവുലേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ അണ്ടവിസർജനം നടക്കുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് നമ്മളിത് നോക്കേണ്ട ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ഈ ബീജം നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തോളം ബീജത്തിന് നമ്മുടെ ബോഡിയിൽ നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ നമ്മുടെ അണ്ടത്തിന് അല്ലെങ്കിൽ ഓവത്തിന് റിലീസായി കഴിഞ്ഞത് പുറത്തു വന്നതിന് ശേഷം 24 മുതൽ 48 മണിക്കൂർ വരെ നിൽക്കാനുള്ള ഒരു ശേഷിയേ ഉള്ളൂ. അത് ആ ഇത്രയും ഒരു കാലയളവിനുള്ളിൽ അത് നശിച്ചു പോവുകയും ചെയ്യും. സോ നമ്മളിപ്പോൾ എന്തിനാണ് നമുക്ക് ഈ ഒരു ഓവുലേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ട്രൈ ചെയ്യുന്നവർക്ക് ഈ ആ ഒരു സമയത്ത്, ആ ഒരു 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂറിനകത്ത് ഈ നശിച്ചു പോകുന്ന ഓവം നമ്മൾ കറക്റ്റ് ഏത് ദിവസമാണ് വരുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ആ ഒരു കുഞ്ഞിനെ കിട്ടാനായിട്ട് ആ ഒരു ദിവസം ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് നമുക്ക് അവിടെ അധികമായിട്ട് നമുക്ക് കൂടി കിട്ടും. ആ ഒരു ചാൻസ് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, മെൻസസ് കഴിഞ്ഞിട്ട് ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഉണ്ടോന്നാണ് അടുത്ത ഡൗട്ട്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറഞ്ഞു ഏത് ദിവസമാണ്, എന്ന് മുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. 1-ാമത്തെ ദിവസം മുതൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 14 ദിവസം, ഒരു 28 ദിവസം സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് 14-ാമത്തെ ദിവസമാണ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം, ആണ് ഈ ഒരു ഓവുലേഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ് ഓവുലേഷൻ. അണ്ടം പുറത്ത് വരുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ. അപ്പോൾ ഈ മെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മെൻസസിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ നമ്മുടെ ഈ ഗർഭപാത്രത്തിലേക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബെഡ്, നമ്മുടെ ഗർഭപാത്രം അതൊരു നോർമൽ പ്രോസസ്സാണല്ലേ. അപ്പോൾ അത് നമ്മുടെ ബോഡി തന്നെ, നമ്മുടെ ഗർഭപാത്രം തന്നെ ഒരു കുഞ്ഞിന് കിടക്കാനുള്ള ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട്, ഒരു ബ്ലഡ് സപ്ലൈ ഒക്കെ നന്നായിട്ട് കൊടുക്കാനുള്ള ഒരു ബെഡ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു കുഞ്ഞ് അവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് റപ്ചറായിട്ട് പൊട്ടിയിട്ട് അത് ബ്ലഡായിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓവുലേഷൻ നടക്കുന്നത് 14-ാമത്തെ, ആ ഒരു മെൻസസിന്റെ സൈക്കിള് വരുന്നത് ഒരു 28 ദിവസമാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയിലാണ് ഈ ഓവുലേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, കുഞ്ഞ് അവിടേക്ക് വന്നില്ല, അപ്പോൾ പിന്നെ മെൻസസിലേക്ക് പോയി, മെൻസസ് ആയി,
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നോർമലി ഓവം അല്ലെങ്കിൽ അണ്ടം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല അല്ലേ. പിന്നെ ഒരു പകുതി ആയാലേ, ഈ ഒരു മെൻസസ് തുടങ്ങി അടുത്തൊരു പകുതി ആയാൽ മാത്രമേ അവിടെ ഓവം വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 3, 4, 5 ദിവസം വരെയൊക്കെ ആ ഒരു സമയത്തൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത അവിടെ ഇല്ല. പക്ഷെ ഒരു 8, 9 ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവർക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ട്. അത് ചിലർക്ക് ചില കേസസിൽ വന്നിട്ട് നേരത്തെ ഓവുലേഷൻ എങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പെർസെൻറ്റേജ് ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ഓവുലേഷന്റെ സമയത്തുണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ ഒരു പ്രശ്നമാണോ? അതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണോ? അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതിൽ പറയുകയാണെങ്കിൽ നമുക്കിതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഓവുലേഷന്റെ സമയത്തും ചിലർക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവാം. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണുന്നത് മെൻസസിന് ഒരാഴ്ച മുമ്പ് ആയിരിക്കും. ഇത് കൂടുതൽ സ്ത്രീകൾക്കും അല്ലെങ്കിൽ കൂടുതൽ പെൺകുട്ടികൾക്കും കാണുന്നത് ഒരു മെൻസസിന് മുമ്പാണ്. എന്നാൽ കുറച്ച് ആളുകൾക്ക് ഇത് ഓവുലേഷന്റെ സമയത്തും ഉണ്ടാവാറുണ്ട്. അതൊരു ഹോർമോൺസിന്റെ വേരിയേഷൻ വരുന്നത് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു ലക്ഷണമാണ്. ഇതിന്റെ പേരിൽ നമ്മൾ മെഡിസിൻ എടുക്കുകയോ അതിന്റെ ആവശ്യമൊന്നുമില്ല. മെൻസസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഓവുലേഷന്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. അതുകൊണ്ട് അതിന് പ്രത്യേകം ട്രീറ്റ്മെന്റോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അടുത്ത ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സിംറ്റംസും ഇപ്പം നമുക്ക് ഓവുലേഷന്റെ സമയത്തുണ്ടാവുന്ന കുറേ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. അതായത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലക്ഷണങ്ങളെല്ലാം ഒരു സ്ത്രീയിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചിലർക്ക് എല്ലാ ലക്ഷണങ്ങളും മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് ഒരു ലക്ഷണങ്ങളും മനസ്സിലാക്കാൻ പറ്റില്ല, ചിലർക്ക് 1, 2 ലക്ഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അതാണ്, ഇപ്പൊ എല്ലാ ലക്ഷണങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ ആവണ്ട. നമുക്ക് കുറച്ച് 1, 2 ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു മാസം ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു, അടുത്ത മാസം വന്നില്ല, അത് നമുക്ക് വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മുടെ ബോഡിയെ ഒന്ന് നിരീക്ഷിച്ച് 2-3 മാസം അടുപ്പിച്ച് ആ ഒരു ദിവസമാവുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരുന്നുണ്ട്, മുട്ടയുടെ വെള്ളം പോലെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വയറ് പെരുകുന്നുണ്ട്, അടിവയറിനൊരു വേദനയുണ്ട്, അല്ലെങ്കിൽ ഒരു സെർവിക്കൽ മ്യൂക്കസ് വന്നിട്ട് കുറച്ച് കട്ടിയായിട്ടാണ് പോകുന്നത്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് എല്ലാവർക്കും ഉണ്ടാവണമെന്നുമില്ല. ഞാനത് എടുത്തു പറയാണ്. ഇതില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കരുത്. കുറച്ച് സിംറ്റംസ് എങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ബോഡി ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ 1, 2 സിംറ്റം എങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞൊക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്ന സമയത്താണ്, ഏത് സമയത്ത് ബന്ധപ്പെട്ടാൽ നമുക്ക് ഒരു കുഞ്ഞിനെ കിട്ടും എന്നുള്ള ഒരു ചിന്ത വരുന്നത്. ആ സമയത്താണ് ഇതെല്ലാം നമ്മൾ ആലോചിച്ച് ഓക്കെ ആ ഒരു ദിവസത്തേക്ക് നമ്മളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് അപ്പോഴായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ അടുത്താണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കല്യാണത്തിന് മുമ്പ് മുതലേ ഒന്ന് നിങ്ങളുടെ പീരീഡ്സ് എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുമല്ലേ, എനിക്ക് മാസം കറക്റ്റായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ദിവസം തെറ്റുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ആ ഒരു ചേഞ്ചസ്, ഇപ്പോൾ മെൻസസ് ആയി കഴിഞ്ഞിട്ട് ഒരു പകുതി ആവുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ച് നമ്മുടെ ബോഡിയിൽ വരുന്നു, ഒരു മാസം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. 1, 2, 3 മാസത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ ഒരു ലക്ഷണം വരുന്നുണ്ട്, എല്ലാ മാസവും നമുക്കിങ്ങനെ ഒരു ലക്ഷണം വരുന്നുണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ അതാണ് നമ്മുടെ ഓവുലേഷന്റെ ദിവസമെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പീരീഡ്സ് മിസ്സാവുന്നവരാണെങ്കിലും പിന്നീട് ഇപ്പം നമുക്ക് ആദ്യം തന്നെ എല്ലാവർക്കും പീരീഡ്സ് മിസ്സാവണമെന്നില്ലല്ലേ. നമ്മുടെ ജീവിതശൈലി, നമ്മൾ കഴിക്കുന്ന ഫുഡ്, പിന്നെ നമ്മുടെ എന്തെങ്കിലും തൈറോയിഡിന് ഇഷ്യൂ ഒക്കെ പിന്നെ ആയിരിക്കും വരുന്നത്. ഇതൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിൽ പിന്നീടായിരിക്കും ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത് ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ മെൻസസിന് വേരിയേഷൻ വരാം. ഈ സമയത്ത് ഇപ്പം മെൻസസ് ഒക്കെ ഒന്ന് ലേറ്റ് ആയാലും, അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് മെൻസസ് വരാത്തവർക്കാണെങ്കിലും നേരത്തെ നമ്മൾ ഈ ഓവുലേഷന്റെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പൊ മെൻസസ് ഇത്തിരി ഒന്ന് മാറിക്കഴിഞ്ഞാൽ പോലും അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ മുമ്പ് വന്നിട്ടുള്ള അതേ ലക്ഷണങ്ങൾ പിന്നീട് വന്നാൽ, നമുക്ക് ഓവുലേഷന്റെ ആ ഒരു ലക്ഷണം വന്നാൽ നിങ്ങൾക്ക് മെൻസസ് ഇറഗുലർ ആണെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഓവുലേഷൻ ഡേ കറക്റ്റായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് കല്യാണം കഴിയാത്തവരാണെങ്കിലും കഴിഞ്ഞവരാണെങ്കിലും ഒന്ന് നന്നായിട്ട് നിങ്ങളുടെ ബോഡി തന്നെ ഒന്ന് നിരീക്ഷിച്ചിട്ട് ആ ഒരു ദിവസത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു, അതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്,
അവർ സ്കാൻ ചെയ്ത സ്കാൻ റിപ്പോർട്ടിൽ നോ ഫ്രീ ഫ്ലൂയിഡ് ഇൻ പൗച്ച് ഓഫ് ഡഗ്ലസ് അല്ലെങ്കിൽ POD എന്ന് കാണുന്നു. എന്താണ് ഫ്രീ ഫ്ലൂയിഡ്? PODയിൽ ഫ്രീ ഫ്ലൂയിഡ് കാണുന്നില്ല, ഇല്ല എന്ന് പറയുന്നത് നമ്മുടെ സ്കാൻ റിപ്പോർട്ടിലുണ്ട്. അതൊരു അസുഖമാണോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ? എന്താണ് ഈ POD എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഗർഭപാത്രത്തിന്റെ ആ ഒരു ഘടന മനസ്സിലാക്കണം. നമ്മുടെ അടിവയറിൽ താഴെയായിട്ട് പെൽവിക് ക്യാവിറ്റിയിൽ വയറിന്റെ ഏറ്റവും താഴെയായിട്ടാണ് ഈ ഒരു യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇരിക്കുന്നത്. ഗർഭപാത്രത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ഗർഭപാത്രമാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് മൂത്രസഞ്ചി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ആണ്. അതിന്റെ പുറകുവശത്തിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക റെക്റ്റം അല്ലെങ്കിൽ വൻകുടലിന്റെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ് പുറകുവശത്തായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ പൗച്ച് ഓഫ് ഡഗ്ലസ് എന്താണെന്ന് വെച്ചാൽ ഗർഭപാത്രത്തിന്റെ പുറകിലത്തെ ഭിത്തിയും റെക്റ്റവും അതിനിടയ്ക്ക് അതിന്റെ ആ ഒരു പുറകുവശത്തായിട്ട്, അപ്പോൾ ഇതാണ് ഗർഭപാത്രമെങ്കിൽ ഈ ഒരു രണ്ടും തമ്മിലുള്ള ആ ഒരു ഇടയ്ക്കുള്ള ഒരു ക്യാവിറ്റിയാണ് പൗച്ച് ഓഫ് ഡഗ്ലസ് എന്ന് പറയുന്നത്. ആ ഒരു അറയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് ഒരു മിനിമൽ ഫ്ലൂയിഡ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മൾ അതിനെ ഒരു കൺസേൺ ആയിട്ട് എടുക്കാറില്ല. എന്നാൽ ചില കണ്ടീഷൻസിൽ വന്നിട്ട് ഇപ്പോൾ ഫൈബ്രോയിഡ്, വയറ്റിൽ യൂട്രസിലൊക്കെ മുഴയുള്ളവർക്ക്, എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക്, അങ്ങനെ എന്തെങ്കിലും PID ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നമ്മുടെ അടിവയറിൽ പെൽവിക് ക്യാവിറ്റിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവിടെ വെള്ളം കൂടുതലായിട്ട് കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല എന്ത് തരത്തിലുള്ള വെള്ളമാണ് അവിടെ കെട്ടിക്കിടക്കുന്നത്, ഇപ്പോൾ ബ്ലഡ് ആയിരിക്കാം, ചിലപ്പോൾ പഴുപ്പായിരിക്കാം, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഡ്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അതൊരു സർജിക്കൽ കേസിലേക്ക് പോകുന്നതാണ്. അത് നമുക്കിപ്പോൾ ഇവിടെ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കല്ല. സോ അവിടെ ഒരു ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നില്ല എന്നുള്ളത് ഒരു അസുഖമല്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു ഡൗട്ടായിരുന്നു, 2-3 പേര് അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്താണ് POD എന്നുള്ള ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വെള്ളപ്പൊക്ക് നോർമൽ ആണോ എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഓവുലേഷന്റെ സമയത്ത് ചെറിയ രീതിയിൽ മുട്ടയുടെ വെള്ള പോലെ പോവാറുണ്ട്, സെർവൈക്കൽ മ്യൂക്കസ് പോവാറുണ്ട്. അത് കൂടുതലായിട്ട് നമുക്ക് മെൻസസിന് മുമ്പ് ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെള്ളപ്പൊക്ക് എല്ലാ സ്ത്രീകളിലും കോമൺ ആയിട്ട് കാണുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കളറോ സ്മെല്ലോ ഒന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ഒരു പുറത്തേക്ക് വരുന്ന ആ ഒരു ദ്രാവകത്തിന് എന്തെങ്കിലും സ്മെല്ലുണ്ടോ, കളർ ചേഞ്ച് ഉണ്ടോ, മഞ്ഞ കളറിലാണോ പച്ച കളറിലാണോ, അങ്ങനെ എന്തെങ്കിലും കളർ ചേഞ്ച് അല്ലെങ്കിൽ തൈര് പോലെയാണോ, ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ കാരണം വരുന്നതായിരിക്കും. അതിന് പ്രത്യേകം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ലാണ്ട് വരുന്ന വെള്ളം പോലെയുള്ള അല്ലെങ്കിൽ മുട്ടയുടെ വെള്ള പോലെയുള്ള ആ ഒരു ദ്രാവകം നോർമലാണ്. വേറൊരു ചോദ്യമാണ്, ഓവുലേഷന്റെ സിംറ്റംസ് എല്ലാം അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ട്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് കുഞ്ഞാവുന്നില്ല. ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ഒക്കെ ചെയ്തു, അതിൽ നോർമൽ ആണെന്ന് പറയുന്നു. പിന്നീട് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഓവം പുറത്തേക്ക് വരുന്നില്ല. ഓവുലേഷൻ നടക്കുന്നുണ്ട്, പീരീഡ്സ് നടക്കുന്നുണ്ട്, പക്ഷെ ഓവം പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ഓവുലേഷന്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അതൊരു നമുക്ക് ബോഡിയിൽ ഉണ്ടാവുന്ന ചിലർക്കുണ്ടാവുന്ന ഒരു കണ്ടീഷനാണ്. അത് ല്യൂട്ടനൈസ്ഡ് അൺറപ്ചേർഡ് ഫോളിക്കിൾ ആണ്, അങ്ങനെയാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഓവം പൊട്ടി പുറത്തേക്ക് വരാതെ അവിടെ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അത്. ഈ ഒരു നമ്മുടെ ഹോർമോണൽ ലെവലൊക്കെ അത് പഴയതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്രസിൽ ഉണ്ടാവുന്ന ചേഞ്ചസും നോർമലായിട്ട് നടക്കും. പീരീഡ്സ് ആവുന്നതും നോർമൽ ആയിരിക്കും. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുണ്ടാവാതെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉണ്ടാകുന്നവർക്ക് വലിയ ടെൻഷനൊന്നും വേണ്ട. ചെറിയൊരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു നോർമലായിട്ട് കൊണ്ടുവന്ന് കുഞ്ഞിനെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതും പേടിക്കേണ്ട ഒരു വലിയൊരു അവസ്ഥയല്ല. പിന്നെ ഇറഗുലർ മെൻസസ് ഉള്ളവർക്ക്, അപ്പോൾ ഇറഗുലർ മെൻസസ് അല്ലെങ്കിൽ നമ്മളൊരു 7 ദിവസം അങ്ങോട്ടോ ഒരു മെൻസ്ട്രൽ സൈക്കിൾ 7 ദിവസം മാക്സിമം 7 ദിവസം അങ്ങോട്ടോ ഒരു 7 ദിവസം ഇങ്ങോട്ടോ ആകുന്നത് നമ്മളൊരു നോർമൽ കണക്കിലാണ് പെടുത്തുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇറഗുലർ മെൻസസ് ആയിട്ട് നമ്മൾ അധികം കണക്ക് കൂട്ടാറില്ല. പിന്നെയും വൈകുന്നുണ്ട്, ഒരു മാസം സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ വഴി എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ ബോഡിയെ നിരീക്ഷിച്ചിട്ട്
ഇങ്ങനെ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏത് ദിവസമാണ് വരുന്നതെന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ഇങ്ങനെ ഉള്ളവർക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓവുലേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ഓവുലേഷൻ കിറ്റ്, നമ്മൾ പ്രഗ്നൻസി കിറ്റ് എന്താണെന്ന് നമ്മൾ കൂടുതൽ പേർക്കും അറിയായിരിക്കും. പക്ഷേ ഓവുലേഷൻ കിറ്റ് ഉണ്ടോ, അങ്ങനെ ഉണ്ടോ എന്ന് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ഓവുലേഷൻ കിറ്റ് ഉണ്ട്. ഓവുലേഷൻ കിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്, മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഓവുലേഷൻ കിറ്റ് എന്ന് പറയുന്നത്. ഈ ഓവുലേഷൻ കിറ്റ് അതിനകത്തൊരു 6-7 സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് ഏത് ദിവസമാണോ, ഇപ്പോൾ നോർമലായിട്ട് മെൻസസ് ആവുന്ന ഒരാൾക്ക് 28 ദിവസമുള്ള ആൾക്ക് വന്നിട്ട് ഒരു സ്ത്രീക്ക് എന്താ ചെയ്യാം, ഈ 11 ദിവസം മുതൽ ഒരു 15-16 ദിവസം വരെ റെഗുലറായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ദിവസം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒരു ദിവസം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് ഇപ്പം മെൻസസ് കറക്റ്റ് അല്ലാത്തവർക്കാണെങ്കിലും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അങ്ങനെയുള്ളവർക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലക്ഷണം, ഇപ്പം മെൻസസ് റെഗുലർ അല്ല, അങ്ങോട്ടും നീണ്ടു പോവാണ്, പക്ഷെ ഇങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓവുലേഷന്റെ സിംറ്റംസ് തോന്നി തുടങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ഓവുലേഷൻ കിറ്റ് വെച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സഹായകരമായിരിക്കും. ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ദിവസത്തിൽ എപ്പോൾ ഏത് സമയം വേണമെങ്കിലും യൂസ് ചെയ്യാം, എന്നാലും മോർണിംഗ് ആണ് നല്ലതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതനുസരിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഇങ്ങനെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സജഷൻസ് പറയാം. എന്തെങ്കിലും നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്താണ് ഇനി വേറൊരു ടോപ്പിക്ക് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖത്തെക്കുറിച്ച് അറിയണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ഇടുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഈ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഡോക്ടർ ആതിര വിഷ്ണു.